പൊന്നോണ പുലരിയാണ്. ഭഗവാനെ എല്ലാവർക്കും അടുത്ത പ്രാവശ്യം ഇതുപോലെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ഓണം ആഘോഷിക്കാൻ, സകുടുംബം ആഘോഷിക്കാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകണേ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. പാടത്തൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും വെള്ളം കയറി തുടങ്ങി. പണ്ടത്തെ പഴഞ്ചൊല്ലൊക്കെ എത്ര കറക്റ്റാണ്. ഇപ്രാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അത്തത്തിന്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് നല്ല മഴയാണ്. അത്തം വെളുത്താൽ ഓണം കറക്കും എന്ന് പറയണത് എത്ര അച്ചട്ടാണല്ലേ. പഴഞ്ചൊല്ലൊന്നും പതിരില്ല പറയണത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി കുളിച്ച് വൃത്തിയായി ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. പൂക്കൾ വാങ്ങി വെച്ച പൂക്കൾ കുറച്ചുണ്ട്. കുറച്ച് പൂക്കളൊക്കെ പോയി പറിക്കണം. തറവാട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് ഐശ്വര്യപ്രദമായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഇനി ഓണത്തിന് അട ഉണ്ടാക്കാറുണ്ട് രാവിലെ. അപ്പം പലഹാരമായിട്ട് അട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കണം. പിന്നെ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ണണം. ഞങ്ങൾക്കൊരു കാവും ഒരു ഭഗവതിയുടെ അമ്പലമാണുള്ളത്. മഴ കണ്ടില്ലേ, നിർത്താണ്ട് ചാറി പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഈ മഴച്ചാറിൽ കൊണ്ടിട്ട് വേണം കുറച്ച് ഈ പൂവൊക്കെ ഇട്ട് തുടങ്ങാൻ. പൂവിടാൻ സമയമാകുമ്പോഴത്തേനൊക്കെ കുറച്ച് മഴയൊന്ന് വിട്ട് നിന്നു. പൂക്കളൊക്കെ പറിച്ചിട്ട് വന്നു. കുറച്ച് നാടൻ പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ശംഖുപുഷ്പം, കുറേ പിന്നെ ചെമ്പരത്തി, കോളാമ്പി, കസ്തൂരിപ്പൂ പറഞ്ഞ കുറച്ച് തോന പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം വിഭവസമൃദ്ധമായിട്ടുള്ളൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 തരം പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 4 വറവൊക്കെ ഉണ്ട്. രസവും മോരൊക്കെ ആയിട്ട് കൂട്ടി അടിച്ച് പൊളിച്ചിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ സന്തോഷകരമായിട്ടുള്ളൊരു ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.